ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കം. ഏക്താ പ്രതിമയിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ ബിജെപി നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരദേശ ഹർത്താൽ തുടരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ 2ാം ദിനം ഉജ്ജ്വല മുന്നേറ്റവുമായി കേരളം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ ഏക്താ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഏകതാ നഗറിൽ ജംഗിൾ സഫാരിയിലും ശ്രീമതി മുർമു പങ്കെടുത്തു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ 44ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനാണ് ശ്രീമതി ദ്രൌപദി മുർമു ഗുജറാത്തിലെത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലാണ് യോഗം. വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം എന്നീ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സന്നിഹിതരാകും. സംസ്ഥാനത്ത് അടുത്തിടെ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ദൌത്യം പുരോഗമിക്കുന്നു. 6 ആനകളെ കാട്ടിലേക്ക് തുരത്തി. വനത്തിലേക്ക് തുരത്തിയ ആനകൾ തിരികെ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് തടയാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആനയുടെ ചവിട്ടേറ്റ് ദമ്പതികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് കാട്ടാനയെ തുരത്തുന്ന ദൌത്യം ശക്തമാക്കിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റിലായ ബിജെപി നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ അറസ്റ്റിലായ പി.സി. ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. കൊല്ലം ജില്ലയിൽ കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ തുടരുന്നു. 24 മണിക്കൂർ ഹർത്താൽ ഇന്ന് അർദ്ധരാത്രി വരെ നീളും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ കൊല്ലം ജില്ലയിലെ മത്സ്യബന്ധന മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. കട്ടമരങ്ങൾ, വള്ളങ്ങൾ തുടങ്ങിയ പരമ്പരാഗത യാനങ്ങളും ട്രോളിംഗ് ബോട്ടുകളും മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. വ്യാപാരം നടക്കാത്തതിനാൽ ലേലഹാളുകൾ വിജനമാണ്. ട്രോളിംഗ് ബോട്ടുകൾ അടുക്കുന്ന ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളും സമാന സ്ഥിതിയിലാണ്. കടൽ മണൽ ഖനനം മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുമെന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചു. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ ഹർത്താൽ ഇന്ന് അർദ്ധരാത്രി വരെ നീളും. യുഡിഎഫ് നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. കോൺഗ്രസിലെ മറ്റ് സംഘടനാപരമായ വിഷയങ്ങളും ചർച്ചയായേക്കും. കോൺഗ്രസിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യുഡിഎഫ് നേതൃയോഗത്തിന് മുന്നോടിയായി കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ സമരം 18ാം ദിവസമായ ഇന്നും തുടരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം. യൂത്ത് കോൺഗ്രസ് സമരത്തിന് പിന്തുണയുമായി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. അതേസമയം ആശാ വർക്കർമാരുടെ സമരത്തിന് ബദലായി സിഐടിയു നാളെ തിരുവനന്തപുരം എജിസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന ശ്രീനാരായണ ദർശനമാണ് സംസ്ഥാനത്തെ വളർത്തിയതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 137ാമത് വാർഷികവും മഹാശിവരാത്രി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അധ്യക്ഷനായിരുന്നു.
രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ രണ്ടാം ദിനം കേരളത്തിന് ഉജ്ജ്വല മുന്നേറ്റം. ആദ്യ സെഷനിൽ വിദർഭയുടെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിലായിരുന്നു. നാഗ്പൂരിലാണ് മത്സരം. കന്നി രഞ്ജി ട്രോഫി കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം കളത്തിലിറങ്ങിയത്. കോഴിക്കോട് കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മാങ്കാവ് കടുപ്പിനി മുതൽ പുഴ കടലിൽ ചേരുന്ന കോതി വരെയുള്ള 4.2 കിലോമീറ്ററിൽ 2.7 മീറ്റർ ആഴത്തിലാണ് ചെളി നീക്കാനുള്ളത്. 12.98 കോടി രൂപയാണ് പദ്ധതി. ഇവിടെയുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യം ചെളി നീക്കി 4.5 കിലോമീറ്റർ അകലെ ആഴക്കടലിൽ നിക്ഷേപിക്കുന്ന കാര്യവും പഠനവിധേയമാക്കി. പ്ലാസ്റ്റിക്കിനും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ കോർപ്പറേഷൻ തന്നെ സ്ഥലം കണ്ടെത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ചെളി നീക്കുന്നതിന് മുന്നോടിയുള്ള സർവേയും നടന്നു. കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും മലിനമാക്കപ്പെട്ട പുഴയാണ് കല്ലായി. കുടുംബശ്രീ ബഡ്സ് സ്കൂൾ BRC വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രഥമ സംസ്ഥാന കായികമേള ബഡ്സ് ഒളിമ്പ്യ ഇന്നും നാളെയും കാലിക്കറ്റ് സർവകലാശാല സിന്തറ്റിക് ട്രാക്കിൽ നടക്കും. 378 സ്ഥാപനങ്ങളിൽ നിന്നും 600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിവിധ വിഭാഗങ്ങളിലായി 35 കായിക ഇനങ്ങളുണ്ടാകും. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ കായിക രംഗത്തെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് മേളയുടെ ലക്ഷ്യം. പാലക്കാട് മണപ്പുള്ളിക്കാവ് വേല ഇന്ന്. ദേശവേലകൾ സംഗമിക്കുന്ന നഗരത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. കിഴക്കേയാക്കര, പടിഞ്ഞാറേയാക്കര, കൊപ്പം, മുട്ടിക്കുളങ്ങര, വടക്കന്തറ, കള്ളിക്കാട് സഹദേശങ്ങൾ ചേർന്നാണ് മണപ്പുള്ളിക്കാവ് വേല ആഘോഷിക്കുന്നത്. രാവിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കാഴ്ചശീവേലിയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ദേശവേല എഴുന്നള്ളത്തുകൾ വൈകിട്ട് കോട്ടമൈതാനത്ത് അണിനിരക്കും. ഇവിടെ പഞ്ചവാദ്യവും കുടമാറ്റവും ഉണ്ടാവും. വേലക്കാഴ്ചകൾക്ക് പൊലിമയേകി വണ്ടിവേഷങ്ങളും തട്ടിന്മേൽ കൂത്തും അരങ്ങേറും. രാത്രിയോടെ ദേശങ്ങളിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നതോടെ പകൽ വേലയ്ക്ക് സമാപനമാകും. CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും പരവൂർ മുൻ MLAയുമായിരുന്ന P. രാജു അന്തരിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റും KREF AITUC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആദ്യകാല പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജനയുഗം കൊച്ചി യൂണിറ്റ് മുൻ മാനേജറായിരുന്നു. 5 ദിവസത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരൂരിൽ തിരി തെളിഞ്ഞു. പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്തു. തുഞ്ചൻ പുസ്തകോത്സവത്തിന് MP അബ്ദുസമദ് സമദാനി MP തുടക്കം കുറിച്ചു. വൈകിട്ട് 4-ന് കോഴിക്കോട് ആകാശവാണിയുടെ കവിസമ്മേളനം അരങ്ങേറും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറി. തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കണ്ഠര് ബ്രഹ്മദത്തൻ, മേൽശാന്തി ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവർ ചേർന്നാണ് കൊടിയേറ്റിയത്. 8ാം ഉത്സവദിനമായ മാർച്ച് 6-ന് അർദ്ധരാത്രിയിലാണ് ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും. വയനാട് കൽപ്പറ്റയിൽ ഹോട്ടലിൽ തീപിടുത്തം. കൽപ്പറ്റ അഗ്നിരക്ഷാസേനയിൽ നിന്നുള്ള 3 യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു. ഹോട്ടലിന്റെ കിച്ചണിൽ നിന്നുമാണ് തീ ഉയർന്നത്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. സെൻസെക്സ് 14 പോയിന്റ് നഷ്ടത്തിൽ 74,594-ലും നിഫ്റ്റി 22 പോയിന്റ് താഴ്ന്ന് 22,527-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,010 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 64,080 രൂപയുമായി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഹരിതചട്ടം പാലിക്കണമെന്ന് ശുചിത്വ മിഷൻ. ഹരിത പൊങ്കാല സംബന്ധിച്ച് നിർദ്ദേശങ്ങളും ശുചിത്വ മിഷൻ പുറത്തിറക്കി. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ. പൊങ്കാല അർപ്പിക്കാനുള്ള സാധനങ്ങൾ തുണിസഞ്ചിയിൽ കൊണ്ടുവരിക, വിറക് ഉൾപ്പെടെ ആവശ്യത്തിന് മാത്രം കരുതുക, സ്റ്റീൽ ഗ്ലാസ്, പ്ലേറ്റ് എന്നിവ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടതോടെ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കം. ഏക്താ പ്രതിമയിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ തീരദേശ ഹർത്താൽ തുടരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ രണ്ടാം ദിനം ഉജ്ജ്വല മുന്നേറ്റവുമായി കേരളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.